പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി 50% വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും 2000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തികൾ വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. വെളിയത്തുനാട് സഹകരണ ബാങ്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. വെളിയത്തുനാട് സഹകരണ ബാങ്ക് സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി 50% സാമ്പത്തിക സഹായത്താൽ 250 തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. എനിക്കിപ്പോൾ വളരെ നല്ല രീതിയിൽ തയ്ക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചെറുതാക്കാനോ അല്ലെങ്കിൽ ഒന്ന് അഴിച്ച് വലുതാക്കാനോ ജസ്റ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് അടിപ്പിട്ടില്ലെങ്കിൽ ഒന്ന് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോക്ക് മുടക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എൻ്റെ അമ്മ തയ്ക്കും. എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് എനിക്കിതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിൽ എനിക്കിത് കിട്ടിയത് വളരെ ഉപകാരമായിട്ട് ഞാൻ കരുതാണ്. പിന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് വിതരണത്തിലും എനിക്ക് പങ്കെടുത്ത് എനിക്ക് ആ ലാപ്ടോപ്പ് വാങ്ങി. മൂന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇരുചക്ര വാഹനങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് 3 കമ്പനികളുടെ ഇരുചക്ര വാഹനങ്ങൾ 50% സാമ്പത്തിക സഹായത്താൽ കൊടുക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ജൂൺ മാസം 2-ാം തീയതി അത് വിതരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഏതാണ്ട് 1000 സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നമ്മളന്ന് വിതരണം ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീ ശാക്തീകരണവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്ന് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ ആരംഭിച്ചിട്ടുള്ള മറ്റൊരു കാർഷിക മേഖലയിലെ ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് താല്പര്യമുള്ള വീടുകളിലെ അല്ലെങ്കിൽ താല്പര്യമുള്ള കർഷകർക്ക് കൂൺ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് ധാരാളം കൂൺ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾ ധാരാളം നമ്മുടെ മുന്നിലേക്ക് വരികയും അവരെല്ലാവരും നേരിടുന്നൊരു വലിയ പ്രശ്നം കൃഷി ചെയ്ത കൂണുകളൊന്നും വിറ്റഴിക്കാനുള്ള മാർഗം കാണുന്നില്ല എന്നുള്ളതാണ്. അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ആരൊക്കെ കൂണ് കൃഷി ചെയ്തോ അവരുടെ എല്ലാം കൂണ് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് സംഭരിക്കുന്നതിനും അത് പ്രോസസ്സ് ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതിനും നാഷണൽ NGO കോൺഫെഡറേഷനും ബിൽഡ് ഇന്ത്യൻ ക്രിയേറ്റർ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ബദരിനാഥ് ആയുർവേദ ഹോസ്പിറ്റൽ CMO ഡോക്ടർ രചന ഉദ്ഘാടനം നിർവഹിച്ചു. അതിലൂടെ ഞാൻ തുടങ്ങിയ ഒരു ലൈവ് ഇന്ന് രാവിലെയും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 4:30 എഴുന്നേറ്റ് തുടങ്ങുന്ന എൻ്റെ ഒരു വർക്ക് രാത്രി 11:30 ഞാൻ നിർത്താണ് ചെയ്യണം. വെറും 3 മാസത്തിനുള്ളിൽ അച്ഛൻ എനിക്ക് തന്ന തുക മൊത്തം ഞാൻ അച്ഛനെ തിരിച്ചേൽപ്പിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മിടുക്കി, നിനക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്. ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു ഉദാഹരണം ഞാൻ പറയുന്നതിന് ഒരു കാര്യം, ഒരു തയ്യൽ മിഷൻ ഇവിടെ ജയരാജേട്ടൻ പറയണ്ടായിരുന്നു, സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് തയ്യൽ മിഷൻ വിതരണം ചെയ്യുന്നു. ഇതെങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം? 4 തരത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് കൊണ്ടുപോയി നേരെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. വെളിയനാട് സർവീസ് സഹകരണ ബാങ്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്കും കിട്ടി ഒരു തയ്യൽ മിഷൻ. ജയരാജേട്ടൻ ചിലപ്പോ 1-2 മാസത്തിന് ശേഷം സുരേഷ് ഏട്ടന്റെ ഭാര്യയെ കാണുമ്പോൾ ചോദിക്കും, സുരേഷ് എങ്ങനെയുണ്ട് തയ്യൽ മിഷൻ? നല്ല രീതിക്ക് അത് പോവാണെങ്കിൽ മലയാളികളുടെ സ്വഭാവമായിട്ട് രീതി ഉണ്ടല്ലോ, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അത് നന്നായിട്ട് പോണില്ലെങ്കിലോ നേരെ സുരേഷേട്ടൻ ജയരാജേട്ടൻ അടുത്ത് പറയണ്ടമ്മ, എന്റെ പൊന്ന് ജയരാജേട്ട വേറെ പണിയൊന്നുമില്ലേ, ഈ പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? ഞാൻ പറയണ പോലെ പെണ്ണല്ലേ എന്ന് പറയും. NGO ജില്ലാ സെക്രട്ടറി പ്രസാദ് AV പദ്ധതി വിശദീകരണം നടത്തി. ബാങ്ക് പ്രസിഡന്റ് SP ജയരാജ് അധ്യക്ഷത വഹിച്ചു. 50% സാമ്പത്തിക സഹായത്താൽ വിതരണം ചെയ്യുന്ന ലാപ്ടോപ്പ്, 3-ാം ഘട്ടം, തയ്യൽ മെഷീൻ 2-ാം ഘട്ടം എന്നിവയുടെ ബുക്കിംഗും നടന്നു. ബാങ്ക് വികസന സമിതി ചെയർമാൻ MK സദാശിവൻ, ഭരണസമിതി അംഗങ്ങൾ റീന പ്രകാശ്, സ്മിത സുരേഷ്, അജിത രാധാകൃഷ്ണൻ, AK സന്തോഷ്, R സുനിൽകുമാർ, VM ചന്ദ്രൻ, PP രമേശൻ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് PG സുജാത എന്നിവർ സംസാരിച്ചു. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. മുഴുവൻ ആളുകൾക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം പര്യാപ്തരാക്കുന്നതിനും അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു ഇൻകം
നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ആണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ വിവിധ തരത്തിൽ ഒരു ഇന്ന മേഖല ഇല്ല. നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷേമത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവർക്ക് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പങ്ക് വെളിയത്താട് സർവീസ് സഹകരണ ബാങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ലാപ്ടോപ്പ് വിതരണം കൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ധാരാളം പദ്ധതികൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ വൈപ്പിൻ.